സഹോദരന്മാരെ, സത്യാന്വേഷികളെ, മേലായ റബ്ബിൻ്റെ വിധി വിലക്കുകളും ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ച് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ഈ സത്യദീനിൻ്റെ പേരിൽ ഞാൻ ഉണർത്തുകയും വസിയ്യത്ത് ചെയ്യുകയുമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ഏറ്റവും ശ്രേഷ്ഠമായ വിഷയമാണ്. വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമായ വിജ്ഞാനവുമാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അസ്മാ ഉല്ലാഹ് അൽ ഹുസ്ന, ഇതാണ് നമ്മുടെ സംസാര വിഷയം. ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ ആഴ്ചകളിലും മഗ്രിബ് നമസ്കാരാനന്തരമുള്ള ക്ലാസ്സുകളിൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അള്ളാഹുവിന് ധാരാളം നാമങ്ങളാണ്. പ്രസ്തുത നാമങ്ങൾ വിശുദ്ധ ഖുർആനിൽ, അതേപോലെ തിരുസുന്നത്തിൽ, ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായം അഥവാ ഇജ്മായിൽ സ്ഥിരപ്പെട്ട നാമങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ നമ്മൾ വിശദീകരിക്കുക. അള്ളാഹുവിൻ്റെ നാമങ്ങൾ അർത്ഥമാക്കുന്നതെന്ത്, ആ നാമങ്ങളുടെ തേട്ടമെന്ത്, അറിയിപ്പുകളെന്ത്, നമ്മൾ ആ നാമങ്ങളെ അറിഞ്ഞു ഉൾക്കൊണ്ട് പ്രാവർത്തികമാക്കേണ്ട കർമ്മങ്ങൾ, സ്വീകരിക്കേണ്ട സ്വഭാവങ്ങൾ, ഇതെല്ലാമായിരിക്കും ഇൻഷാ അല്ലാഹ് നാമങ്ങളെക്കുറിച്ചുള്ള വിശദീകരണങ്ങളിൽ ഇവിടെ വിഷയീഭവിക്കുന്നത്. ഇന്ന് എന്തുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള പഠനം നടത്തുന്നത്? അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട ആമുഖമായ പാഠങ്ങൾ, ഇതാണ് ഇവിടുത്തെ നമ്മുടെ വിഷയം. അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവും അവൻ്റെ നാമവിശേഷണങ്ങളെക്കുറിച്ചുമുള്ള അറിവും ഏറ്റവും ശ്രേഷ്ഠമായ, മഹത്വമേറിയ, ഉന്നതമായ അറിവാണ്. ഇമാം അബൂബക്കർ ഇബ്നുൽ അറബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അഹ്കാമുൽ ഖുർആനിൽ പറഞ്ഞു, ഷറഫുൽ ഇൽം ബിഷറഫിൽ മാലൂം വൽ ബാരി അഷ്റഫുൽ മാലൂമാത്ത് ഫൽ ഇൽമു ബി അസ്മാഇഹി അഷ്റഫുൽ ഉലൂം. എന്താ ഷറഫുൽ ഇൽം? അറിവിൻ്റെ മഹത്വം, ബിഷറഫിൽ മാലൂം, അറിയപ്പെടുന്നതിൻ്റെ മഹത്വം അനുസരിച്ചാണ്. ഏതൊന്നിനെക്കുറിച്ചാണോ അറിയുന്നത് അതിൻ്റെ മഹത്വത്തിന് അനുസരിച്ചാണ് അറിവിൻ്റെ മഹത്വം. വൽ ബാരി അഷ്റഫുൽ മാലൂമാത്ത്. അൽ ബാരി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു പേരാണ്. സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ അൽ ബാരി എന്ന നാമം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. വൽ ബാരി അഷ്റഫുൽ മാലൂമാത്ത്, അറിയപ്പെട്ടതിൽ ഏറ്റവും ശ്രേഷ്ഠമായവൻ അത് അള്ളാഹുവാണ്. ഫൽ ഇൽമു ബി അസ്മാഇഹി, അബൂബക്കർ ഇബ്നുൽ അറബി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് അഷ്റഫുൽ ഉലൂം, അറിവുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അറിവാണ്. അപ്പം നമ്മളിവിടെ അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ, മഹത്വമേറിയ അറിവാണ് നമ്മൾ അഭ്യസിക്കുന്നത്, നമ്മൾ സമ്പാദിക്കുന്നത്. ഇതേപോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ്, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ചുള്ള അറിവ്, അതുണ്ടാകുമ്പോഴാണ് നമുക്ക് അള്ളാഹുവിനെക്കുറിച്ചുള്ള മഹബത്ത്, ഇഷ്ടം, അത് നമ്മളിൽ വളരുക.
അതേപോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി അത് നമ്മളിൽ വളരുക. അള്ളാഹുവിലുള്ള പ്രതീക്ഷയും അള്ളാഹുവെക്കുറിച്ചുള്ള ഭയപ്പാടും അള്ളാഹു നിരീക്ഷിക്കുന്നു എന്നുള്ള ബോധവുമൊക്കെ നമ്മളിൽ അത് വളരണമെങ്കിൽ നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുണ്ടാകണം. അവൻ്റെ നാമങ്ങൾ, അതിൻ്റെ തേട്ടങ്ങൾ നമ്മൾ അറിയണം. ഇമാം ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു സംഭവം കൊടുക്കുന്നുണ്ട്. എന്താ ഇബ്നു റജബ് പറയുന്നത്? മരുഭൂമിയിൽ ഒരു ആറാബിയും ഒരു ആറാബിയത്തും തനിച്ചായി. അവരന്യരാണ്, ആണും പെണ്ണും അന്യരാണ്. ആറാബി ഏറെക്കാലം കണ്ണുവച്ചിരുന്നു ഈ ആറാബിയത്തിനെ, ഈ പെണ്ണിനെ. പക്ഷെ ആളൊഴിഞ്ഞ ഒരു സമയം ആറാബിക്ക് ലഭിക്കാറില്ല. മരുഭൂമിയിൽ ആളൊഴിഞ്ഞിടത്ത് താൻ പ്രേമിക്കുന്ന പെണ്ണിനെ ആറാബി കണ്ടപ്പോൾ അയാൾ തൻ്റെ മനസ്സ് തുറന്ന് ആ പെണ്ണിനോട് പറഞ്ഞ്, ഈ മരിപ്പറമ്പിൽ അതിൻ്റെ മൂകതയിൽ, ശൂന്യതയിൽ നമ്മളെ കാണാൻ നക്ഷത്രങ്ങളല്ലാതെ ആരുമില്ല, അതുകൊണ്ട് നീ വരൂ എന്ന് പറഞ്ഞ് ആറാബി തൻ്റെ ഇംഗിതം പൂർത്തീകരിക്കുവാൻ പെണ്ണിനെ വിളിച്ചു. അപ്പോൾ പെണ്ണ് ആറാബിയോട് പ്രതികരിച്ചത്, നമ്മളെ നോക്കുവാൻ നക്ഷത്രങ്ങൾ മാത്രമാണ് ഉള്ളത് എന്ന് നിങ്ങൾ പറഞ്ഞു. ഫഅൈന മുകൗകിബുഹ, എങ്കിൽ ആ നക്ഷത്രങ്ങളെ അവിടെ സംവിധാനിച്ച അള്ളാഹു എവിടെയാണ്? നക്ഷത്രങ്ങൾക്കുപരിയിൽ അള്ളാഹുവിൻ്റെ നിരീക്ഷണമുണ്ട്. അള്ളാഹു അത്യുന്നതനായി, എല്ലാം അടക്കി വാഴുന്നവനായി, എല്ലാവർക്കും മീതെയായി ഉണ്ട് എന്നുള്ള ബോധം ആ പെണ്ണിൻ്റെ കൽബിൽ ദൃഢമായി ഉണ്ടായതിനാലാണ് ഇപ്രകാരം ആറാബിയോട് ആ പെണ്ണ് പ്രതികരിച്ചത്. ആറാബി തെറ്റിൽ നിന്നൊഴിഞ്ഞു, പെണ്ണിനെ ഒഴിവാക്കി അയാൾ സ്ഥലം വിടുകയാണ് ഉണ്ടായത്. ഇവിടെ ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ളവർ ഈ ഒരു സംഭവം കൊണ്ടുവരുന്നത് എന്തിനാ? അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധവും അറിവും, അവൻ്റെ നാമങ്ങൾ മനസ്സിലാക്കി അവൻ്റെ വിശേഷണങ്ങൾ അറിഞ്ഞു ഉൾക്കൊണ്ട് മനസ്സിൽ ഊട്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിനെക്കുറിച്ച് സ്നേഹം, ഇഷ്ടം അത് പെരുകും. അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭീതിയും പേടിയും മനസ്സിൽ വളരും. അള്ളാഹുവിലുള്ള പ്രതീക്ഷ ആളുകളിൽ മൂക്കുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തെ നിരീക്ഷിച്ചുകൊണ്ട് ജീവിതം മനുഷ്യന്മാർ ചിട്ടപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് അള്ളാഹുവിനെക്കുറിച്ച് പഠിക്കണം, അവൻ്റെ നാമങ്ങൾ അറിയണം, അവൻ്റെ വിശേഷണങ്ങൾ പഠിക്കണം എന്ന് പണ്ഡിതന്മാർ ഉണർത്തുന്നത്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇന്നൽ ഈമാന ബി അസ്മാഇല്ലാഹിൽ ഹുസ്ന വ മഅരിഫതിഹാ യതദമ്മനു അൻവാഅ തൗഹീദി സലാസ. അള്ളാഹുവിൻ്റെ അത്യുത്തമമായ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ്, അതേപോലെ അള്ളാഹുവിൻ്റെ അത്യുത്തമമായ നാമങ്ങളിലുള്ള വിശ്വാസം, അത് യതദമ്മനു അൻവാഅ തൗഹീദി സലാസ, തൗഹീദിൻ്റെ 3 ഇനങ്ങളെയും ഉൾക്കൊള്ളുന്നു. അപ്പോൾ അസ്മാഉള്ള അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അതിനെക്കുറിച്ചുള്ള വിശ്വാസവും അറിവും തൗഹീദിൻ്റെ 3 ഇനങ്ങളെയും ഉൾക്കൊള്ളുന്നു. ഏതാ തൗഹീദിൻ്റെ 3 ഇനങ്ങൾ? തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, വഹാദിഹിൽ അൻവാഉ ഹിയ റൂഹുൽ ഈമാനി, റൗഹുൽ ഈമാനി വറൂഹുഹു. ഈമാനിൻ്റെ ആത്മാവും ചൈതന്യവും ഈ 3 കാര്യങ്ങളാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ, ഈമാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചൈതന്യവും ആത്മാവും ഈ 3 തൗഹീദുകളാണ്. തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വ അസ്ലുഹു വ ഗായതുഹു, ഈമാനിൻ്റെ അടിസ്ഥാനവും ഈ 3 കാര്യങ്ങളാണ്, ഈമാനിൻ്റെ ലക്ഷ്യവും ഈ 3 കാര്യങ്ങളാണ്. ഫകുല്ലമ ഇസ്ദാദൽ അബ്ദു മഅരിഫതൻ ബി അസ്മാഇല്ലാഹി വസിഫാതിഹി, ഒരു ദാസന് അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ചുമുള്ള അറിവ് കൂടുന്നതനുസരിച്ച്
ഇസ്ദാദ ഈമാനുഹു വഖവിയ യഖീനുഹു. ഒരു ദാസൻ്റെ ഈമാൻ വർദ്ധിക്കുകയും ദൃഢവിശ്വാസം അത് ശക്തിപ്പെടുകയും ചെയ്യും. അപ്പോൾ അള്ളാഹുവിനെക്കുറിച്ച്, അവൻ്റെ നാമങ്ങളെക്കുറിച്ച്, വിശേഷണങ്ങളെക്കുറിച്ച് അറിവ് കൂടുന്നതിനനുസരിച്ച് ഈമാൻ കൂടും, വിശ്വാസം ബലപ്പെടും. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് പഠിക്കണം എന്ന് പണ്ഡിതന്മാർ ഉണർത്തുന്നത്.